പുതുച്ചേരിയിൽ മാൻഹോളിൽ നിന്നും ഉയർന്ന വിഷവായു ശ്വസിച്ച് 3 പേർ മരിച്ചു. 2 പേർ ഗുരുതരാവസ്ഥയിൽ. റെഡ്ഡിപ്പാളയം പുതുനഗർ മേഖലയിൽ വീടുകൾ ഒഴിപ്പിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മനേഷ്, എന്താണ് വിവരങ്ങൾ? വേണു, തീർത്തും ദൗർഭാഗ്യകരമായ ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. മാൻഹോളുകളിൽ നിന്ന് ശുചിമുറികൾ വഴി വിഷവായു വമിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 മരണമാണ് ഇതുവരെ ഉണ്ടായിരുന്നതും. 3ഉം ഒരു കുടുംബത്തിലുള്ളതാണ്. അത് 3 സ്ത്രീകളാണ്. മരിച്ചത് ചെന്താമരയുടെ മകൾ കാമാക്ഷിയുടെ മകൾ ഭാഗ്യലക്ഷ്മി. ഈ ചെന്താമര ശുചിമുറിയിലായിരുന്നു. ചെന്താമര മയങ്ങി വീഴുന്നു. ഈ ശബ്ദം കേട്ടാണ് കാമാക്ഷി എത്തുന്നത്. അങ്ങനെ കാമാക്ഷിയും വിഷവായു ശ്വസിച്ച് മയങ്ങി വീഴുകയായിരുന്നു. ഇതിന് പുറകെയാണ് ഭാഗ്യലക്ഷ്മി എത്തുന്നത്. അങ്ങനെ 3 പേരും മയങ്ങി വീഴുന്നു. പിന്നീട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ 2 പേരും പോകുന്ന വഴിയിൽ, ചെന്താമരയും കാമാക്ഷിയും പോകുന്ന വഴിയിലും ഭാഗ്യലക്ഷ്മി ആശുപത്രിയിലുമാണ് മരിച്ചത്. മാത്രമല്ല, സമീപ പ്രദേശത്തെ 2 പേരെ കൂടി ഈ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 2 പേരും സമാനമായ രീതിയിൽ ശുചിമുറിയിൽ നിന്ന് വിഷവായു ശ്വസിച്ചതാണ് കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മേഖലയിലുള്ള ഈ ഈ റെഡ്ഡിപ്പാളയം എന്ന് പറയുന്ന മേഖലയിലുള്ള മുഴുവൻ മാൻഹോളുകളും ഇപ്പോൾ തുറന്നിട്ടുണ്ട്. റെഡ്ഡിപ്പാളയത്തും അതുപോലെ തന്നെ പുതുനഗർ എന്ന് പറയുന്ന മേഖലയിലുള്ള മാൻഹോളുകളെല്ലാം തന്നെ തുറന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള പ്രതിഷേധം അവിടെ ജനങ്ങളിൽ നിന്നുണ്ട്. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളൊരു പ്രതിഷേധം എന്തായാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്. ഇവിടെ പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാണ്ടിരിക്കും. മാത്രമല്ല, ഈ റെഡ്ഡിപ്പാളയത്തുള്ള പൂർണ്ണമായും വീടുകളിലെ ആളുകളെ പൂർണ്ണമായും തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, മനേഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.